ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അബ്കാരി ആക്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ. എന്താണ്? മദ്യത്തിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ എന്നിവ. ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കല്ല, മുൻപ് തൊട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഏതാണ് സെക്ഷനുകളാണ്. അപ്പോൾ മാക്സിമം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ പിന്നെയും നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പറയും. കാരണം നമുക്ക് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 6 ആണ്. അപ്പോൾ ഒരു മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കൾ സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ അനുമതി കൂടാതെ നിങ്ങളത് ഇറക്കുമതി ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 6 ആണ്. 6 ഇറക്കുമതി 6. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷൻ 6 ആണ്. ഇറക്കുമതി 6. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷൻ, മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് കയറ്റുമതി ഏതാണ്? സെക്ഷൻ 7 ആണ്. നമ്മുടെ ഈ ഒരു എല്ലാവരും അറിയാവുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ഹൂക്ക് എന്ന് പറയും. നമ്മുടെ നമ്മുടെ CAT നമ്മുടെ തൊഴിലാളി യൂണിയൻ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഹൂക്ക് ഉണ്ടല്ലോ, ഈ ചാക്ക് ഇങ്ങനെ ഒരു കൊണ്ടി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വലിച്ചിട്ടെടുക്കുന്ന ആ ഒരു സംഭവത്തിനെ നമുക്ക് 7 ആയിട്ട് കണക്കാക്കാം. അപ്പോൾ എന്താണ്? മദ്യവും മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ എന്താണ്? കയറ്റുമതി ചെയ്യരുത്. ഏതാണ്? കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 ആണ്. അപ്പോൾ ഇറക്കുമതി ചെയ്യരുത്, ഇറക്കുമതി 6, കയറ്റുമതി 7. കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന ഏതാണ്? 7 ആണ്. 7 പോലത്തെ ആ ഒരു കൊണ്ടി പോലത്തെ സാധനം തറയിൽ നിന്നിങ്ങനെ വലിച്ച് നമ്മളെ വണ്ടിയിലോട്ട് കയറ്റുന്നത് കയറ്റുമതി. അത് ആലോചിക്കുക. അപ്പോൾ ഇറക്കുമതി ചെയ്യരുത് ഏതാണ്? 6, കയറ്റുമതി ചെയ്യരുത് 7. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. അപ്പോൾ ഒരു ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 8 ആണ്. ഒന്നുകൂടി പറയാം, ഒരു ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, അതിൻ്റെ പിന്നെന്താണ്? വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണേ? അത് വകുപ്പ് 8 ആണ്. വകുപ്പ് 8 ആണ്. 8. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റില്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏത് വകുപ്പാണ്? അത് സെക്ഷൻ 8-ൽ 1 ആണ്. നമ്മൾ 8 പറഞ്ഞത് എന്താണ്? 8 പറഞ്ഞത് ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി അതിൻ്റെയൊക്കെ ആ ഒരു വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിച്ച സെക്ഷനാണ് സെക്ഷൻ 8. എന്നാൽ ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റില്ലാതെ കടത്താനോ ഉള്ള അനുമതിയില്ല എന്ന് പറയുന്നത് 8-ൽ 1 ആണ്. 8-ൽ 1 ആണ്. അടുത്ത സെക്ഷൻ,
ഏതെങ്കിലും ഒരു വ്യക്തി സെക്ഷൻ 8(1) പ്രകാരം ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ, ഏത് പ്രവൃത്തികൾ? നിർമ്മാണം, കയറ്റുമതി, അതിൻ്റെ കടത്തൽ, സംവരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, അതേപോലെയുള്ള പരിപാടി സെക്ഷൻ 8(1) പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ ലഭിക്കും? 10 വർഷം തടവോ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയോ ശിക്ഷയായി ലഭിക്കും. ഇത് പറയുന്ന സെക്ഷനാണ് ഏത്? 8(2) എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 8 പറഞ്ഞ എന്താണ്? ചാരായത്തിൻ്റെ കയറ്റുമതി, അതിൻ്റെ ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, അതിൻ്റെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. സെക്ഷൻ 8(1) പറഞ്ഞ എന്താണ്? ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ലാതെ കടത്തുവാനുള്ള ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ അല്ലെങ്കിൽ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റ് ഇല്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8(1). അതായത് സെക്ഷൻ 8 തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വിപുലീകരിച്ച് 8(1) പറയുന്നത്. അടുത്ത 8(2) പറഞ്ഞ എന്താണ്? 8(1) പ്രകാരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് 8(2) പറയുന്നത്. 8(2) പ്രകാരം ശിക്ഷ എന്താണ്? 10 വർഷം തടവോ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയോ ശിക്ഷയായി വിധിക്കാവുന്നതാണെന്നാണ് 8(2) പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8(1) 8(2). 8, 8(1), 8(2). അടുത്ത്, മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? 9. അപ്പോൾ മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന, ഒരു മദ്യം കടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9 ഒരു 9 പോലത്തെ ഒരു കുപ്പിയുണ്ട്, അത് കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷൻ ഏതാണ്? മദ്യം കടത്തുന്നത് 9 മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9 തന്നെയാണ്. അടുത്ത ചോദ്യം, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനമായി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? അത് നമ്മുടെ 9 തന്നെയാണ്. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനമായി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? നമ്മുടെ സെക്ഷൻ 9 അങ്ങനെ പറയുന്നത്. നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുള്ള വിജ്ഞാപനം നമ്മുടെ സർക്കാർ പുറപ്പെടുവിക്കുക എന്ന് പറയുന്ന ഏതാണ്? സെക്ഷൻ 9 തന്നെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതിനനുസരിച്ച് നമുക്ക് ആൾട്ടറേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. അടുത്ത്, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ. അപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം? അനുവദനീയമാണ്, കടത്താനുള്ള അനുമതി ഉണ്ട്. കടത്തൽ എന്ന് പറയുന്നത് നല്ല കടത്തലുണ്ട്, ചീത്ത കടത്തലുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ എന്താണ്? ഈ കടത്തൽ അനുവദനീയമാണ്. അപ്പോൾ അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ഒരു കടത്തൽ അനുവദനീയമാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 10. അപ്പോൾ സെക്ഷൻ 10 പറയുന്നത് എന്താണ്? മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. സെക്ഷൻ 10 ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്. സെക്ഷൻ 10 പ്രകാരം ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കടത്താം. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടില്ല. അപ്പോൾ സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ, ആ ഒരു അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല? അത് കടത്തുവാൻ പാടില്ല. പ്രസ്തുത വിജ്ഞാപനം സർക്കുലർ കാലാനുസൃതമായി പുറപ്പെടുവിക്കേണ്ടതാണ്. ഈ വിജ്ഞാപനം സംസ്ഥാനം മുഴുവനായോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായോ ബാധകമാകുന്നതാണ്. സർക്കാർ അനുവദിക്കുന്ന പെർമിറ്റിന്മേൽ മാത്രമേ ഇത്തരം വസ്തുതകൾ കടത്തുവാൻ സാധിക്കൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു വിജ്ഞാപനത്തിലൂടെ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു അളവിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? കടത്താൻ പാടില്ല. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. അടുത്ത് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ഒരു സർക്കുലർ, നമ്മളറിയാലോ, ഒരു സർക്കുലർ നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഇറക്കണം. അത് എവിടെയാണ്? ചില സ്ഥലങ്ങളിൽ ഒരു പ്രദേശം മാത്രമായിരിക്കും, ചിലപ്പോൾ സംസ്ഥാനം മുഴുവനായിട്ട് അത് ബാധകമായിരിക്കും.
ലാസ്റ്റ് പറഞ്ഞ എന്താണ്, സർക്കാർ അനുവദിക്കുന്ന പെർമിറ്റിന്മേൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു സർക്കാർ ഒരു പെർമിറ്റ് അനുവദിച്ചാൽ മാത്രമേ ഇത്തരം വസ്തുതകൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കടത്താൻ സാധിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 10 പ്രകാരം പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 10 പറഞ്ഞ എന്താണ്, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന്, ആ സന്ദർഭങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 10 ആണ്. അടുത്ത സെക്ഷൻ, ഇത്രയും സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്നും കൂടി റിവൈസ് ചെയ്ത് വരാം. അപ്പോൾ അടുത്ത സെക്ഷൻ, മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കടത്തി, അതിനാവശ്യം ഒരു പെർമിറ്റ് ഉണ്ടല്ലോ, ആ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 11 ആണ്. അപ്പോൾ നമ്മൾ ഒരു മദ്യം അല്ലെങ്കിൽ ലഹരി പദാർത്ഥം കടത്തുന്ന വഴിക്ക് അതിന് പെർമിറ്റ് ഉണ്ടോ എന്ന് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നമ്മൾ ആ പെർമിറ്റ് എടുത്ത് കാണിച്ചു. ആ പെർമിറ്റാണ് എന്ത്, ആ പെർമിറ്റാണ് 11ാമത്തെ പെർമിറ്റ്. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്ട് സെക്ഷൻ 11 ആണ്. ഏത് സെക്ഷനാണ്, സെക്ഷൻ 11. പെർമിറ്റ് 11, പെർമിറ്റ് 11, പെർമിറ്റ് 11, ഇങ്ങനെ പഠിക്കണം, പെർമിറ്റ് 11. ഓക്കെ, അടുത്ത്, ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ് അനുവദിക്കുന്നത്? നമുക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ പെർമിറ്റ് ആരാണ് അനുവദിക്കുന്നത്, ആരൊക്കെയാണ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കമ്മീഷണറോ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനിലോ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, പെർമിറ്റ് കിട്ടാം. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റ് ഒരു നിശ്ചിത സമയപരിധിയിലേക്ക് ഒരു പ്രത്യേക അവസരത്തിലേക്ക് വേണ്ടി മാത്രം മദ്യം കടത്തുന്നതിനുള്ള അനുമതിയാണ്. അപ്പോൾ ആരിൽ നിന്ന് കിട്ടാം, കമ്മീഷണറെ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്നും എന്ത് ചെയ്യാം, നമുക്ക് പെർമിറ്റ് കിട്ടാം. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റ് എന്താണ്, ഒരു നിശ്ചിത സമയപരിധിയിലേക്കോ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ടൈം കാണും, ആ സമയത്തേക്ക് മാത്രമായിരിക്കും ഇത് അവർ തരുന്നത്. ഫുൾ ടൈമിലത്തേക്ക് ആയിരിക്കില്ല, ഇത്ര സമയത്തേക്ക് ആ ഒരു ടൈം പീരീഡ്, ഇപ്പോൾ 6 മാസം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടൈമായിരിക്കും, ആ ഒരു ടൈമാണ് അവർ പറയുന്നത്. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റ് ഒരു നിശ്ചിത സമയപരിധിയിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രം മദ്യം കടത്തുന്നതിനുള്ള അനുമതിയാണ്. ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പെർമിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും പോലെ എപ്പോൾ വേണമെങ്കിൽ കടത്താം, അങ്ങനെയുള്ള പരിപാടിയല്ല. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 11 സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് 11? പെർമിറ്റ്, മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്ട് സെക്ഷൻ 11. സെക്ഷൻ 11 ഏതാണ്, സെക്ഷൻ 11 പെർമിറ്റ്, 11 പെർമിറ്റ്, 11 പെർമിറ്റ്. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഓരോ പെർമിറ്റും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ. അപ്പോൾ ഓരോ പെർമിറ്റിനും എന്തൊക്കെ വിവരങ്ങൾ വ്യക്തമാക്കണം, ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ PSCക്ക് തോന്നും പോലെയൊക്കെ ചോദിക്കാമല്ലോ, സ്റ്റേറ്റ്മെൻറ്റൊക്കെ വേണമെങ്കിലൊക്കെ എടുത്ത് ചോദിക്കാം. അപ്പോൾ ഓരോ പെർമിറ്റും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണ്? മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, അത് വ്യക്തമാക്കണം. പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, ഇപ്പോൾ 2025 1-ാം മാസം മുതൽ 6-ാം മാസം വരെ ആ ഒരു കാലയളവ് ജസ്റ്റ് പറഞ്ഞാണ്. ആ ഒരു പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് എന്ത് ചെയ്യണം, അത് കാണിക്കണം. അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിൻ്റെയോ ലഹരി മരുന്നിൻ്റെയോ അളവും അതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും കാണിച്ചിരിക്കണം. സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ പെർമിറ്റിനും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? മദ്യമോ മറ്റ് മരുന്നുകളോ കൊണ്ടുപോകുവാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, ആരുടെ അധികാരത്തിലാണ് കൊണ്ടുപോകുന്നത് അത് വേണം. പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് അതുണ്ടായിരിക്കണം. ഇത് സംഭവം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ മറ്റേ ഹാസ്റ്റം കോഡൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഹാസ്റ്റം കോഡ് നമ്മുടെ ഒരു പെട്രോളിയം ഉൽപ്പന്നം ഇങ്ങനെ കടത്തുമ്പോൾ ആ ഒരു പെട്രോളിയം ടാങ്കിലൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കോഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഹാസ്റ്റം കോഡെന്ന് പറഞ്ഞിങ്ങനെ ഒരു കോഡുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു പേപ്പറിലായിരിക്കും. അപ്പോൾ മദ്യമോ മറ്റ് മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം. പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് അതുണ്ടായിരിക്കണം. പിന്നെന്താണ്, അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിൻ്റെയോ ലഹരി മരുന്നിൻ്റെയോ അളവും അതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും, എന്താണ് കടത്തുന്നതിനുള്ള കറക്റ്റ് സാധനങ്ങൾ ഒരു ഡോക്യുമെൻ്റായിട്ട് വച്ചേക്കണം, അത്രയേ ഉള്ളൂ.
അടുത്ത ലാസ്റ്റ് പറയുന്നത് എന്താണ്? സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് വിവരങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഏത് സെക്ഷനാണ്, ഏതാണ് സെക്ഷൻ 11 പറയുന്നത്. സെക്ഷൻ 11 ഏതാണ്? പെർമിറ്റ്. 11 അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോവാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ മദ്യത്തിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ എന്നിവയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞത് സെക്ഷൻ 6. എന്താണ് പറഞ്ഞത്? 6 എന്താണ്? 6 എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ഇറക്കുമതി. 6 എന്ന് പറയുമ്പോൾ ഇറക്കുമതി. മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത്. ആരുടെ അനുവാദം കൂടാതെ? സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഇറക്കുമതി ചെയ്യരുത്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 6. അടുത്ത സെക്ഷൻ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 7. എന്താണ്? ഹൂക്കിട്ട് വലിച്ചു കയറ്റുന്നു. കയറ്റുമതി. മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഹൂക്കിട്ട് വലിച്ചു കയറ്റരുത്. ഹൂക്കെന്നും പറയുമ്പോൾ 7 എന്താണ്? കൂടാതെ കയറ്റുമതി ചെയ്യരുത്. 7 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഹൂക്കിനെ ആലോചിക്കണം. ഹൂക്ക് വിട്ട് വലിച്ച് കയറ്റുമതി ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. അടുത്ത സെക്ഷൻ 8 പറഞ്ഞത് എന്താണ്? ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 8. അടുത്ത് പറഞ്ഞ സെക്ഷൻ 8 എന്താണ്? ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കുവാനോ കൈവശം വയ്ക്കുവാനോ വിതരണം ചെയ്യുവാനോ സംഭരിക്കുവാനോ കുപ്പിയിലാക്കി വിൽക്കുവാനോ പെർമിറ്റ് ഇല്ലാതെ കടത്തുവാനോ ഉള്ള അനുമതിയില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 8. അപ്പോൾ സെക്ഷൻ 8 എന്തായിരിക്കും? 8 ആ ഒരു പരിപാടിയിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് 8 പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു വ്യക്തി സെക്ഷൻ 8 പ്രകാരം ഇത്തരം പ്രവൃത്തികൾ, ഏത് പ്രവൃത്തികൾ? ഇതേപോലുള്ള എന്തെങ്കിലും അലമ്പ് പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കന്നന്തിരികൾ കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 10 വർഷം തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിൽ 10 വർഷം തടവോ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയോ ശിക്ഷയായി വിധിക്കാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് ഏതൊരു? സെക്ഷൻ 8 എന്ന് പറയുന്നത്. സിമ്പിളാണ്, നമ്മൾ പഠിച്ചു. അടുത്ത് സെക്ഷൻ 9. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9. 9 പോലുള്ള ഒരു കുപ്പിയിലാണ് നമ്മൾ കടത്തിയതെന്ന് ആലോചിച്ചാൽ മതി. സിമ്പിളായിട്ട് ഓർമ്മിച്ചെടുക്കാം. അപ്പോൾ മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 9. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനമായി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 9. അടുത്ത 10 എന്താണ്? മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 10. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ എന്ത് ചെയ്യാൻ പാടില്ല? കടത്തുവാൻ പാടില്ല. പ്രസ്തുത വിജ്ഞാപനം സർക്കുലർ കാലാനുസൃതമായി പുറപ്പെടുവിക്കേണ്ടതാണ്. ഈ വിജ്ഞാപനം സംസ്ഥാനം മുഴുവനായോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായോ ബാധകമാകുന്നതാണ്. സർക്കാർ അനുവദിക്കുന്ന പെർമിറ്റിന്മേൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇത്തരം വസ്തുതകൾ കടത്തുവാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് പറഞ്ഞത് സെക്ഷൻ 11 എന്താണ്? മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ എന്താണ്? 11 പെർമിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 11. അതിൽ പറയുന്നത് എന്താണ്? കമ്മീഷണറോ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനിലോ നിന്ന് എന്ത് ചെയ്യാം? പെർമിറ്റ് ലഭിക്കാം. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റ് എന്താണ്? ഒരു നിശ്ചിത സമയപരിധിയിലേക്ക് ഒരു പ്രത്യേക അവസരത്തിലേക്ക് വേണ്ടി മാത്രമായിരിക്കും എന്ത്? മദ്യം കടത്തുന്നതിനുള്ള അനുമതി ആയിട്ട് തരുന്നത്. അപ്പോൾ ഈ വായിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PSC ആണ്, എങ്ങനെ വേണമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് അടിച്ച് തരാം, എങ്കിൽ നമ്മൾ പെട്ട് പോകും. അടുത്ത് ഓരോ പെർമിറ്റിലും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? മദ്യമോ മറ്റ് ലഹരി മരുന്നുകളോ കൊണ്ടുപോകുവാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് ഉണ്ടായിരിക്കണം.
പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് ഉണ്ടായിരിക്കണം. അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിൻ്റെയോ ലഹരി മരുന്നിൻ്റെയോ അളവും അതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പറയുന്നത് എന്താണ്? സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് വിവരങ്ങളും എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഏതാണ് മദ്യത്തിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. അടുത്തൊരു ഹെഡിങ് ആണ് അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്കർ. എന്താണ് അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്കർ? മദ്യം വിൽക്കുവാനുള്ള അധികാരം. അപ്പോൾ മദ്യം വിൽക്കാനുള്ള അധികാരം ആരുടെ അധികാരം? ആരുടെയോ അധികാരം. അത് നമുക്ക് അടുത്ത പോയിന്റുകളിൽ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് എന്താണ്? മദ്യം വിൽക്കുവാനുള്ള അധികാരം. കള്ള് ഒഴികെയുള്ള മദ്യവും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15. അപ്പോൾ കള്ള് ഒഴികെയുള്ള മദ്യവും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 15. കള്ളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വേറെ സംഭവമാണ്. അപ്പോൾ കള്ളൊഴികെയുള്ള മദ്യവും അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15. സെക്ഷൻ 15 പ്രകാരം കള്ള് വിൽക്കാൻ അധികാരമുള്ളത് ആർക്കൊക്കെ അധികാരമുണ്ട്? കള്ള് വിൽക്കാൻ ആർക്കൊക്കെയാണ്? കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് ഇല്ലാതെ തന്നെ കള്ള് നിർമ്മിക്കാനോ വിൽക്കാനോ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറാനോ കഴിയുന്നതാണ്. എന്താണ് ഒരു വ്യക്തി സെക്ഷൻ 15 പ്രകാരം കള്ള് വിൽക്കാൻ അധികാരമുള്ള ആർക്കാണെന്ന് വെച്ചാൽ ആർക്കാണ്? കള്ള് ചെത്താൻ അവകാശമുള്ള കള്ള് ചെത്താൻ അവകാശമുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് ഇല്ലാതെ തന്നെ കള്ള് നിർമ്മിക്കാം, അതേപോലെ തന്നെ വിൽക്കാനോ അതേപോലെ തന്നെ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറാവുന്നതോ ആണ്. അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് എന്താണ്? കള്ള് ഒഴികെയുള്ള മദ്യവും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15. അടുത്ത സെക്ഷൻ 23. സോറി, സെക്ഷൻ മാറിപ്പോയി. സെക്ഷൻ 23 അല്ല, ജസ്റ്റ് മാറിപ്പോയാണ്, ശ്രദ്ധിക്കുക പറഞ്ഞു പോട്ടെ. അപ്പോൾ സെക്ഷൻ 15B പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? എത്രയാണ്? 21 ആണോ? ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് 23 ആണ്. പക്ഷേ 23 ശരിയാണോ? 23 ശരിയാണ്. കാരണം നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ 15B പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ അത് സെക്ഷൻ ബി പ്രകാരമാണ്. സെക്ഷൻ ബി പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? 23 വയസ്സിന് താഴെ. അതേപോലെ തന്നെ നമുക്ക് 15A എന്നും പറയുന്ന സെക്ഷൻ ഉണ്ട്, അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ സെക്ഷൻ 15A പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല? 23 വയസ്സിന് താഴെയുള്ളവർക്ക് സെക്ഷൻ 15A പ്രകാരം മദ്യം ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത് സെക്ഷൻ 15B പ്രകാരം മദ്യം 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കുവാനും പാടില്ല. അപ്പോൾ 23 വയസ്സ് ഓർമ്മിച്ചിരിക്കുക. അതേപോലെ തന്നെ 15Aയും 15Bയും. 15A എന്ന് പറയുമ്പോൾ എന്താണ്? 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അതാണ് 15A പറയുന്നത്. 15B പറയുന്നത് എന്താണ്? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 23. അടുത്ത സെക്ഷൻ 21 എന്താണ്? കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 21 ആണ്. അപ്പോൾ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21. കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് വേണമെങ്കിൽ 21 വട്ടം കള്ള് എന്ന് എഴുതണം. അപ്പോൾ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? 21 വട്ടം കള്ളെന്ന് എഴുതണം. കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് വേണമെങ്കിൽ 21 വട്ടം കള്ളെന്ന് എഴുതണം. കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? 21 വട്ടം കള്ളെന്ന് എഴുതണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 21 ആണ്. അടുത്ത് സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പനയിലെ ഗണത്തിൽപ്പെടുത്താവുന്നത്. അതെന്താണ് ആ ഒരു വാക്ക്? ഗണത്തിൽപ്പെടുത്താവുന്നത്. മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ, ശ്രദ്ധിക്കുക, മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ സമ്മാനമായി നൽകുകയോ ചെയ്താലും അത് വിൽപ്പനയായി കണക്കാക്കും. അപ്പോൾ മദ്യപാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. മദ്യം ഉപയോഗിക്കുന്നതും വളരെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ ചെയ്യുന്നെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പനയിലെ ഗണത്തിൽപ്പെടുത്താവുന്നത് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിൽപ്പനയായി മാറുമെന്നാണ് സെക്ഷൻ 15 പറയുന്നത്. എങ്ങനെയാണ്? മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ, ഇപ്പോൾ എൻ്റെ ഒരു കുപ്പി മദ്യമുണ്ട്, അത് ഞാൻ ഒരാൾക്ക് കൈമാറി, അതെന്താണ്? അത് വിൽപ്പനയായിട്ട് കണക്കാക്കൂ. അതേപോലെ തന്നെ ഒരാൾക്ക് ഇപ്പം ഇങ്ങനെ വന്നിട്ട് നീ സമ്മാനമായി ഈ മദ്യം വെച്ചോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും വിൽപ്പനയായിട്ട് കണക്കാക്കും. നിങ്ങൾ അത് പൈസയൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ എന്താണ്? അത് വിൽപ്പനയായി തന്നെ കണക്കാക്കുമെന്നാണ് സെക്ഷൻ 15 പറയുന്നത്. അടുത്ത്, കേരളത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളായും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന സ്ഥാപനം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മദ്യത്തിൻ്റെ ബാക്കിയുള്ള സംഭവവും അതിൻ്റെ വിതരണവും എല്ലാം നമ്മുടെ ക്രോഡീകരിക്കുന്ന സംഭവം ഏതാണ് ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, നമ്മൾ ബെബ്കോ എന്ന് പറയും. ഇത് ബെബ്കോ എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കൊറോണ സമയത്തോ ആ സമയത്ത് എന്തോ ഒരു ആപ്ലിക്കേഷൻ വന്നല്ലോ ഈ മദ്യപാനികൾക്ക് മദ്യം വാങ്ങിക്കാനൊക്കെ. നമ്മുടെ കേരള ഗവൺമെൻറ് ഇറക്കിയ ഒരു ആപ്ലിക്കേഷനായിരുന്നു, ഭയങ്കര പോപ്പുലാരിറ്റി ആയിരുന്നു ആ ആപ്ലിക്കേഷൻ. എന്തോ പ്ലേ സ്റ്റോറിൽ എന്തോ കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ എന്തോ ആണ് ഈ ബെബ്കോ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളായും അതിൻ്റെ സംഭരണവും ബാക്കി അതിൻ്റെ വിതരണവും അതൊക്കെ നമ്മുടെ കേരളത്തിൽ മദ്യത്തിൻ്റെ വിതരണവും ബാക്കി കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ്, നമ്മുടെ ബെബ്കോ എന്നൊക്കെ പറയും. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ബെബ്കോ എന്തെന്നൊക്കെ. അപ്പോൾ ബെബ്കോ ആണ് ഇതൊക്കെ നമ്മുടെ നിയന്ത്രിക്കുന്നത്. അടുത്ത്, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് എന്നാണ്? നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് 1984 ഫെബ്രുവരി 23. അപ്പോൾ നമ്മുടെ PSC ആണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ബെബ്കോ നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് എന്നാണ് 1984 ഫെബ്രുവരി 23 ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത്. അടുത്ത്, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം, നമ്മുടെ ട്രിവാൻഡ്രത്താണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. സിമ്പിളാണ്. അടുത്ത്, 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം വിദേശ മദ്യമായി കണക്കാക്കപ്പെടുന്നത് ഏതിനൊക്കെയാണ് നമ്മൾ വിദേശ മദ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഏതൊക്കെയാണ്? കള്ളിനെ വിദേശ മദ്യമായിട്ട് കണക്കാക്കുമോ? അതൊക്കെ നമ്മുടെ നോർമൽ ഇതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം വിദേശ മദ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഏതൊക്കെയാണ്? വൈന്, ബ്രാൻഡി, ഷാമ്പെയിൻ, ഷെറി. ഈ ഷെറിയൊക്കെ എന്താണെന്ന് എനിക്കറിയണ്ട, ആദ്യമായിട്ടാണ് ഷെറി. റം, ജിന്നും ഞാൻ കേട്ടിട്ടില്ല. അടുത്ത് വിസ്കി, ബിയർ, സിഡാറ്, കൊക്കോ, ബ്രാൻഡി തുടങ്ങി സ്പിരിറ്റ് അടങ്ങിയ എല്ലാവിധ വാറ്റുൽപ്പന്നങ്ങളും എന്താണ്? വിദേശ മദ്യമായി കണക്കാക്കുന്നു. അപ്പോൾ 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം വിദേശ മദ്യമായിട്ട് കണക്കാക്കുന്ന ഏതൊക്കെയുണ്ട്? വൈനുണ്ട്, ബ്രാൻഡി, ഷാമ്പെയിൻ, ഷെറി, റം, ജിൻ, വിസ്കി, ബിയർ, സിഡാർ, കൊക്കോ, ബ്രാൻഡി തുടങ്ങി സ്പിരിറ്റ് അടങ്ങിയ എല്ലാവിധ വാറ്റുൽപ്പന്നങ്ങളും എന്തെന്ന് പറയാം? നമ്മുടെ വിദേശ മദ്യമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിക്കർ ക്ലാസിഫിക്കേഷനാണ്. ടൈപ്സ് ഓഫ് ലിക്കർ എന്ന് പറയും. ലിക്കർ പല ടൈപ്പുണ്ട്. അപ്പോൾ അതാണ് നമുക്കടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് പതുക്കെ പോയി നമുക്ക് മാക്സിമം നമുക്ക് പഠിക്കണം. പഠിച്ച് പോയിട്ട് നമുക്ക് കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും പോയിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മദ്യം വിൽക്കുവാനുള്ള അധികാരത്തെക്കുറിച്ച് ആണ്. ആ ഒരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്നാമത്തെ സെക്ഷൻ 15 കള്ളൊഴികെയുള്ള മദ്യവും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് ഇല്ലാതെ തന്നെ കള്ള് നിർമ്മിക്കുവാനോ വിൽക്കുവാനോ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറുകയോ ചെയ്യാവുന്നതാണ്. അടുത്ത് പറഞ്ഞ എന്താണ്? 15A 15B. 15A സെക്ഷൻ 15A എന്താണ് പറയുന്നത്? 23 വയസ്സിന് താഴെയുള്ള ഒരാൾ മദ്യം ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അത് കുടിക്കുവാൻ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? സെക്ഷനാണ് സെക്ഷൻ 15A. സെക്ഷൻ 15B പറയുന്നത് എന്താണ്?
23 വയസ്സിന് താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുവാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 15B എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞത് സെക്ഷൻ 21 കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21 പ്രാവശ്യം കള്ള് 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 എന്ന് എഴുതിയാൽ മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞ കോഡ് അതാണ്. അപ്പോൾ 21 പ്രാവശ്യം കള്ള് 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 എന്ന് എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് കൊടുക്കുകയുള്ളൂ. സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പനയിലെ ഗണത്തിൽപ്പെടുത്താവുന്ന ഏതൊക്കെയാണ്? മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ ജസ്റ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന് സമ്മാനമായി കൊടുത്താലും എന്താണ്, അത് വിൽപ്പനയായി കണക്കാക്കും. നമ്മുടെ കേരളത്തിൽ മദ്യത്തിൻ്റെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെയും വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളെയും അതിൻ്റെ സംഭരണം, വിതരണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായതെന്നാണ് 1984 ഫെബ്രുവരി 23 ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ട്രിവാൻഡ്രത്താണ്, തിരുവനന്തപുരത്താണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം വിദേശ മദ്യമായി കണക്കാക്കുന്നത് ഏതൊക്കെയാണ്? വൈന്, ബ്രാൻഡി, ഷാമ്പെയിൻ, ഷെറി, റമ്മ്, ജിന്ന്, വിസ്കി, ബിയർ, സിഡാറ്, കൊക്കോ, ബ്രാൻഡി തുടങ്ങിയ സ്പിരിറ്റ് അടങ്ങിയ എല്ലാവിധ വാറ്റുൽപ്പന്നങ്ങളെയും ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വിദേശ മദ്യമായി കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ടോപ്പിക്കാണ് നോക്കിയത്. സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത വീഡിയോ നമ്മൾ നോക്കുന്നത് ലിക്കർ ക്ലാസിഫിക്കേഷനാണ്, ടൈപ്സ് ഓഫ് ലിക്കറാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.